ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധമുള്ള ചെന്നൈയിലെ വ്യവസായിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനാണ് SIT ഒരുങ്ങുന്നത്. പ്രായശ്ചിത്തമായി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ നൽകിയ 10 പവന്റെ മാല കേന്ദ്രീകരിച്ചും അന്വേഷണത്തിന് നീക്കമുണ്ട്. അറസ്റ്റിലായ ഗോവർദ്ധൻ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നും തികഞ്ഞ അയ്യപ്പ ഭക്തനാണെന്നും ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധൻ പറയുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇതിൽ പ്രധാനപ്പെട്ട വാർത്തകളാണ്. അതിൽ അടുത്ത ഘട്ടം ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നത് SIT ഏറ്റവും പ്രധാനമായും ഈ വ്യവസായിയെ കേന്ദ്രീകരിച്ചുള്ളത് എന്നതാണോ? അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആദ്യം. അനുജ, ഉറപ്പായിട്ടും. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ SIT നടത്തുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനം എന്ന് തന്നെ പറയാൻ കഴിയുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ കുറിച്ചിട്ടുള്ള അന്വേഷണമാണ്. നേരത്തെ ഈ ഉപക്ഷേത്രങ്ങളിലടക്കം ഈ സ്മാർട്ട് ക്രിയേഷൻസ് 2009 മുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ചില പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ തന്നെ അവകാശവാദം ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തും. 2019 ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധമുള്ള ചെന്നൈയിലെ ഒരു വ്യവസായിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇയാൾക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ SIT വിലയിരുത്തുന്ന കാര്യം. അതേസമയം ഈ ഗോവർദ്ധനെ ശബരിമലയിലെ സ്പോൺസർ എന്ന രീതിയിൽ മാത്രം പരിചയമെന്ന പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി അത് SIT തള്ളുന്നുണ്ട്. ഈ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവർ തമ്മിൽ ബിസിനസ് ബന്ധമെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം ഈ ഗോവർദ്ധൻ പ്രായശ്ചിത്തമായി നൽകിയ മാല കേന്ദ്രീകരിച്ചും അന്വേഷണം ഇപ്പോൾ SIT ആരംഭിക്കുന്നുണ്ട്. മഹസറിൽ രേഖപ്പെടുത്താതെ മാല സൂക്ഷിച്ചതാണ് സംശയം. 10 പവൻ മാല മാളികപ്പുറത്ത് 2021 ഗോവർദ്ധൻ സമർപ്പിച്ചത്. അക്കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം വളരെ ഗൗരവമുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ചിട്ടുള്ള സ്വർണം അതെവിടെ എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇത്രയും മാസമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതിനിടയിലാണ് ഈ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചത്. ആ ജാമ്യ ഹർജിയിലടക്കം പറയുന്നത് ഈ കട്ടിളപ്പാളി താനാണ് സ്പോൺസർ ചെയ്തത്. അതേസമയം ഈ സ്വർണ്ണപ്പാളി, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ച സ്വർണം, ആ സ്വർണത്തിന് തത്തുല്യമായിട്ടുള്ള പണം ശബരിമല ദേവസ്വം ബോർഡിന് അടച്ചു എന്നുള്ള കാര്യം അദ്ദേഹം ജാമ്യ ഹർജിയിൽ പറയുന്നത് അത് വലിയൊരു വാർത്തയായി മാറുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ കാലത്ത്, അതായത് 2019 തന്നെ 1,99,999 രൂപയുടെ 5 DDകൾ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് നൽകിയെന്നും അതിന് പിന്നാലെ ഈ മാളികപ്പുറത്തിന് നൽകിയെന്നുമൊക്കെയാണ് ഗോവർദ്ധന്റെ ഇക്കാര്യത്തിലെ വാദം, ജാമ്യ ഹർജിയിലെ വാദം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണം തന്നെയാണോ ഗോവർദ്ധനിൽ നിന്നും പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. അത് സ്ഥിരീകരിച്ചിട്ടില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നിട്ടില്ല. SITക്ക് അത് ഉറപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് അങ്ങനെ ഒരു ക്ലൂ ഇല്ലാത്ത, ആ വിഷയത്തിൽ ഒരു ക്ലൂ ഇല്ലാത്ത സാഹചര്യത്തിലാണ്. അനുജ, ഷഫീദ്, ഇതിൽ പ്രായശ്ചിത്തമായി നൽകിയ മാല എന്ന് പറയുമ്പോൾ അത് എന്തിനുള്ള പ്രായശ്ചിത്തം എന്നുള്ളതാണ്? ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പ്രായശ്ചിത്തമായി നൽകിയത് എന്നതാണോ? അത് രേഖപ്പെടുത്താതെ സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ദേവസ്വം ബോർഡിനും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ തുടരന്വേഷണം ഉണ്ടാകുമോ? അനുജ, ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ മറുപടി കൃത്യമായി തന്നെ വേണം. കാരണം ഈ പ്രായശ്ചിത്തമായി നൽകിയത് എന്നുള്ളത് ഗോവർദ്ധന്റെ മൊഴിയായി SIT പറയുന്ന കാര്യമാണ്. അതിന് ഗോവർദ്ധന് കൃത്യമായിട്ടുള്ള ഒരു കൗണ്ടർ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 2009 മുതലാണ് ശബരിമലയിൽ വെച്ച്, ശബരിമല പടിപൂജയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടതെന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്. അതിനുശേഷം 2019 ആദ്യം കട്ടിളപ്പാളി, അതായത് ശബരിമലയിലെ വാതിൽപ്പാളിയുമായി ബന്ധപ്പെട്ട് സ്പോൺസർ ചെയ്യാമെന്ന ആവശ്യവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സമീപിച്ചു എന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. അങ്ങനെ അത് താൻ സ്പോൺസർ ചെയ്തു. രണ്ടാമത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ച് സ്പോൺസർ ചെയ്യാമോ എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സമീപിച്ചപ്പോൾ തനിക്കിപ്പോൾ അതിനുള്ള സാമ്പത്തിക അവസ്ഥയില്ല എന്നുള്ള കാര്യം ഗോവർദ്ധൻ മറുപടിയായി നൽകി എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നത്, അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുന്നു, കൂടുതൽ ആളുകളെ സ്പോൺസർമാരായി കൊണ്ടുവരാം, അങ്ങനെയാണെങ്കിൽ ഇതിന് പ്രവൃത്തി ചെയ്തു തരാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പ്രവൃത്തി ചെയ്തതിനു ശേഷം മിച്ചം വന്ന സ്വർണം അത് തനിക്ക് നൽകി. ആ സ്വർണത്തിന് തത്തുല്യമായിട്ടുള്ള പണം അത് DDയുടെ രൂപത്തിലും മാലയുടെ രൂപത്തിലും താൻ ശബരിമല ദേവസ്വം ബോർഡിനെ കേൾപ്പിച്ചു എന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. തെളിയിക്കുന്ന രേഖകൾ കൂടി ഇയാൾ ജാമ്യ ഹർജിയിൽ കോടതിയിൽ കൃത്യമായി താൻ നൽകിയിട്ടുള്ള പണത്തിന്റെ രേഖകൾ, ഒപ്പം തന്നെ മാല നൽകിയിട്ടുണ്ട്. അതിന്റെയൊക്കെ കൃത്യമായ വിശദാംശങ്ങൾ ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഗോവർദ്ധൻ. താൻ അയ്യപ്പ ഭക്തനാണ് എന്നൊക്കെ പറയുന്നു. ഒപ്പം തന്നെ SITയുടെ അടുത്ത അന്വേഷണം നീങ്ങുന്നത് ചെന്നൈയിലുള്ള ഒരു വ്യവസായിയിലേക്കാണ്. ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഷഫീദ് റാവുത്തർ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.